കോൺഗ്രസിന്റെ ഫ്രീഡം നൈറ്റ് മാർച്ച് നടക്കുകയാണ്. കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. അദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത്. വോട്ട് കൊള്ളയ്ക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം, അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാമ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിൽ എമ്പാണ് 14 DCCകളും ചേർന്നുകൊണ്ട് ഈ രീതിയിൽ ഓരോ ജില്ലകളിലും മാർച്ച് സംഘടിപ്പിക്കുകയാണ്. വിവരങ്ങൾ. ഇന്ത്യയെ തകർത്തിരുന്ന ഭരണവർഗത്തിന് വർണ്ണാഭമായ സംസ്കൃതിയും കൊണ്ട് മനോജ്ഞമായിരുന്ന ഭാരതാംബയെ വർഗീയതയുടെ നാടാക്കി മാറ്റിയ ഭരണകൂടം അനാഥവിലാസങ്ങളിൽ അപരന്താലയങ്ങളിൽ വോട്ടിന്റെ തിരിമറികൾ നടത്തി അട്ടിമറിയടക്കമറിയാത്ത കള്ളരേഖകൾ ചമച്ച് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെമ്പാടും ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. എടപ്പള്ളി കലൂർ സ്റ്റേഡിയത്തിലേക്കാണ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ ജില്ലയിലെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകളുണ്ട്, DCC ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇപ്പോ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഇത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് പ്രധാനമന്ത്രിയും BJPയും നടത്തുന്നത്. കള്ളവോട്ടുകളും അതുപോലെ തന്നെ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും 10,000-കണക്കിന് വോട്ടുകൾ കള്ളവോട്ട് ചേർത്ത് BJPക്ക് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ രാജ്യത്തുണ്ടാവുകയാണ്. ജനം വോട്ട് ചെയ്യാൻ പോകുന്നതിന് ജനം വോട്ട് ചെയ്യുന്നത് അവരുടെ ജനാധിപത്യ അവകാശമാണ് വിനിയോഗിക്കപ്പെടുന്നത്. ആ ജനാധിപത്യ അവകാശത്തിന് ഒരു വിലയില്ലെങ്കിൽ ജനം എന്തിനാ വോട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ഈ ജനാധിപത്യ മൂല്യം ഉള്ളത് കൊണ്ടാണ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം രാജ്യത്ത് ഭരണഘടനാനുസൃതമാണ്. ആ അവകാശത്തെയാണ് BJP കവർച്ച ചെയ്യുന്നത്. ആ കവർച്ചക്കെതിരായി രാഹുൽ ഗാന്ധി തെളിവ് നിരത്തി ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് BJP പറയുന്നത് RSS പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ പോലും ഇതിന്റെ ഭാഗമാണ്, ഈ തട്ടിപ്പിന്റെ ഭാഗമാണ്, വോട്ട് കവർച്ചയുടെ ഭാഗമാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി നടത്തുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു പോരാട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഫ്രീഡം നൈറ്റ് മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് തുടങ്ങി ഫ്രീഡം നൈറ്റ് മാർച്ച് അവസാനിക്കുക ജവഹർലാൽ സ്റ്റേഡിയത്തിലേക്കാണ്. സ്റ്റേഡിയം വരെ മാർച്ച്. ശരി, ശ്യാംപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രതിഷേധങ്ങളിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഫ്രീഡം നൈറ്റ് മാർച്ചിലേക്ക് കോൺഗ്രസ് നീങ്ങിയത്. കൊച്ചിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ 14 ജില്ലകളിലും ഫ്രീഡം നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്.